ഹായ് എവരിവൺ, എൻ്റെ പേര് അഭിരാമി എന്നാണ്. ഞാൻ ലേൺ വൈസിന്റെ പൊളിറ്റിക്കൽ സയൻസ് ഫാക്കൽറ്റി ആണ്. സോ ഇന്ന് നമ്മളിവിടെ ലേൺ വൈസ് ഇഗ്നോന്റെ അണ്ടർ ഗ്രാജുവേറ്റ് പൊളിറ്റിക്കൽ സയൻസ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള BPSC 104 പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പറിന്റെ ഡിസ്കഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ബേസിക്കലി ഒരു ഇൻട്രൊഡക്ടറി ലെക്ചർ ആയിരിക്കും. എന്താണ് ഈ പേപ്പറിന്റെ എൻറ്റയർ പേപ്പറിന്റെ കോർ ഐഡിയാസ്, അതുപോലെ ഏതൊക്കെയാണ് ഈ പേപ്പറിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന തീംസ്, അതിന്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ആ യൂണിറ്റ്സിന്റെ ബേസിക് ഐഡിയാസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ഉണ്ടാവുക. സോ ഇതിന് ശേഷം വരുന്ന ക്ലാസ്സുകളിൽ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് നമ്മൾ ഡീപ്ലി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ബേസിക്കലി ഈ ഒരു എൻറ്റയർ പേപ്പറിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആയിരിക്കും ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു എൻറ്റയർ പേപ്പർ ആക്ച്വലി ഒരു 6 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 6 ബ്ലോക്സിലുമായിട്ട് നമുക്കൊരു 14 യൂണിറ്റ്സ് ആണ് ഡീൽ ചെയ്യാനുള്ളത്. സോ ഈ 14 യൂണിറ്റുകളിലെയും ബേസിക് ഐഡിയാസ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കറിയാം, ഈ പേപ്പറിന്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഇത് ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് സംവാട്ട് ഡിഫറെന്റ് ഫ്രം ദ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ്. സോ നമ്മൾ ഒരു കോമൺ മാൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണ മനുഷ്യന് പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോഴത്തേനും അയാൾക്ക് മനസ്സിലാകുന്ന, അയാളുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയാസിനെ പറ്റിയിട്ടുള്ള ഒരു അക്കാഡമിക് സ്റ്റഡിയാണ് ഈ പേപ്പറിൽ ബേസിക്കലി നമ്മൾ നടത്തുന്നത്. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊളിറ്റിക്സിന്റെ പ്രോസസ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള, ടാൻജിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ പേപ്പറിന്റെ തീംസ് നോക്കുകയാണെങ്കിൽ, ഈ പേപ്പറിൽ ഡീൽ ചെയ്യുന്ന തീംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഡൈവേഴ്സിറ്റി ഓഫ് തീംസ് ആക്ച്വലി ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസിസ് ഓഫ് പൊളിറ്റിക്കൽ പ്രോസസ്, അതായത് പൊളിറ്റിക്സ് എന്നുള്ളൊരു ഐഡിയ ഒരു സാധാരണക്കാരന്റെ അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു സാധാരണ വ്യക്തിക്ക് കേൾക്കുമ്പോഴത്തേനും ആദ്യം ആളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഇലക്ഷൻസ് എന്നുള്ള ടേംസ് ആണ്. സോ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ്, പാർട്ടി സിസ്റ്റംസ് എന്താണ് എന്നുള്ളതിൽ നിന്ന് തുടങ്ങി ഈ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇന്ത്യ പോലുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യത്തിൽ ഇത്രയും റിലീജിയസ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി, എത്നിക് ഡൈവേഴ്സിറ്റി, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഒക്കെ ഉള്ള ഒരു വലിയ റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൺട്രിയിൽ ഈ ഒരു പൊളിറ്റിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഇഷ്ടംമാതിരി ഉണ്ട്. ഈ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള തീംസ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാലഞ്ചസ് സോൾവ് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മെക്കാനിസംസ് ആണ് വരുന്നത്, ഇങ്ങനെ പല ഐഡിയാസ് നമ്മൾ ഈ പേപ്പറിൽ എൻറ്റയർലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ പോകുന്ന ഒരു പേപ്പർ ആണെങ്കിൽ പോലും തന്നെ നമ്മൾ ഇതിന്റെ തീംസ് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഒരു ഡൈവേഴ്സ് തീംസ്, ഒരു വെറൈറ്റി ഓഫ് തീംസ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ബ്ലോക്കുകളാണ് ഈ പേപ്പറിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റ് ആണുള്ളത്, ആ യൂണിറ്റിന്റെ കോർ ഐഡിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ഓൺ, നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് ഫസ്റ്റ് ബ്ലോക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം എന്നുള്ളതാണ് ആദ്യത്തെ ബ്ലോക്കിന്റെ ടൈറ്റിൽ. ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് ഈ ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ആദ്യത്തെ യൂണിറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പാർട്ടി സിസ്റ്റംസ് ആൻഡ് ഡെമോക്രസി എന്നുള്ളതാണ്. സോ ഈ പറയുന്ന 3 തീംസ് തന്നെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പാർട്ടി സിസ്റ്റത്തിന്റെയും എവല്യൂഷൻ എന്താണ് എന്ന് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരിയധികം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഇവയെല്ലാം നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള ലേബലിലേക്ക് കൊണ്ടുവരുന്നില്ല. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് നമ്മളൊരു ലേബൽ കൊടുക്കണമെങ്കിൽ അതിന് സർട്ടൻ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. സോ എന്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് നമ്മൾ ലേബൽ ചെയ്യാൻ വേണ്ട ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇന്ത്യയിലെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ യൂണിറ്റിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും പാർട്ടി സിസ്റ്റത്തിന്റെയും എവല്യൂഷൻ എന്താണ് എന്ന് നമ്മൾ ഈ യൂണിറ്റിൽ ബ്രീഫ്ലി ഡീൽ ചെയ്യും. സോ പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
ഇന്ത്യയിൽ ഏത് ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റം ആണുള്ളത്? ഒരു മൾട്ടി പാർട്ടി സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതായത് എന്താണ് ഇന്ത്യൻ നാഷണൽ ഇലക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പല പാർട്ടീസ് ഡോമിനന്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി പാർട്ടി സ്റ്റേറ്റ് ആണ്. ഒരു പാർട്ടി അല്ലെങ്കിൽ ചൈന പോലുള്ള ഒരു വൺ പാർട്ടി, ചൈനയിൽ എന്താണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത്. അതൊരു വൺ പാർട്ടി സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ ടു പാർട്ടി സിസ്റ്റം ഉള്ള കൺട്രീസ് ഉണ്ട്. ഇപ്പം എന്താണ് അമേരിക്ക പോലുള്ള കൺട്രീസിൽ റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ് അങ്ങനെ രണ്ട് പാർട്ടീസ് ആണ് പ്രോമിനന്റ് ആയിട്ടുള്ളത്. അപ്പം എന്താണ് ടു പാർട്ടി സിസ്റ്റം എന്ന് പറയാം. പക്ഷെ ഇന്ത്യയിൽ പല പാർട്ടീസ് ഉണ്ട്, ഒത്തിരി പാർട്ടീസ് ഉണ്ട്, ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം പാർട്ടീസ് ഇന്ത്യൻ നാഷണൽ ഇലക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള എൻറ്റയർ കൺട്രിയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ ഒരു മൾട്ടി പാർട്ടി സ്റ്റേറ്റ് ആണ്. അപ്പം ഇതാണ് പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര നമ്പർ ഓഫ് പാർട്ടീസ്, നമ്പർ ഓഫ് ഡോമിനന്റ് പാർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പാർട്ടി സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ എന്താണ് ഈ പാർട്ടി സിസ്റ്റം എന്നുള്ളതിനെ പറ്റിയിട്ടും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യും. സോ അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് പറയും. സോ അതുപോലെ തന്നെ ഇതിനകത്ത് ഡീൽ ചെയ്യുന്ന മറ്റൊരു തീമാണ് ഡെമോക്രസി. സോ ആസ് ദ നെയിം സജസ്റ്റ് ഡെമോക്രസിയിലേക്ക് വരുമ്പോഴത്തേക്കും ബേസിക്കലി പറയുന്നത് എന്താണ്, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഏത് പാർട്ടി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, ഇതൊക്കെ ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ നമുക്കറിയാം ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഡെമോക്രാറ്റിക് കൺട്രി ആയ ഇന്ത്യയിൽ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം എങ്ങനെ ഇന്ത്യൻ ഡെമോക്രസീനെ ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അതിന് എന്തൊക്കെ ചാലഞ്ചസ് ആണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുവാണോ ചലഞ്ച് ചെയ്യുവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുക. സോ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് നോക്കുന്നു, പാർട്ടി സിസ്റ്റംസ് എന്താണെന്ന് നോക്കുന്നു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റംസ് എന്താണെന്ന് നോക്കുന്നു, പിന്നെ ഇത് രണ്ടും ഡെമോക്രസി എന്നുള്ള ഫാക്ടറിനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് നോക്കുന്നു. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു സ്പിൻ ഓഫ് ആണ് രണ്ടാമത്തെ യൂണിറ്റും മൂന്നാമത്തെ യൂണിറ്റും. അതായത് രണ്ടാമത്തെ യൂണിറ്റിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ, ഒരു ഓർഗനൈസേഷനെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ഒരു ലേബലിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക, അതിന് സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് നമുക്കുള്ളത്. ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എല്ലാ പാർട്ടീസിനെയും ഒരേ കാറ്റഗറൈസേഷനിലല്ല നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നാഷണൽ പാർട്ടീസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടീസ്, റീജിയണൽ പാർട്ടീസ്, അല്ലെങ്കിൽ അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ്, ഇങ്ങനെ പല തരത്തിലുള്ള ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലുണ്ട്. അപ്പം നാഷണൽ പാർട്ടി എന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇതിനെ ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരിക. സോ ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പാർട്ടി എന്ന് ഒരു പാർട്ടീനെ വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ ദാറ്റ് പാർട്ടി ഹാവ് ടു ഫുൾഫിൽ സർട്ടൻ ക്രൈറ്റീരിയാസ്. സോ എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ്? അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി ആകണമെങ്കിൽ അതിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? പിന്നെ നമുക്ക് അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് ഉണ്ട്. അപ്പം ഇന്ത്യയിലെ അറൌണ്ട് 2000+ അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് ഉണ്ടെന്നാണ് പറയാ. സോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് പാർട്ടീസ് ഉണ്ട്. ഈ നമ്മുടെ കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ഡീൽ ചെയ്യുക. സോ തേർഡ് യൂണിറ്റ് ഇസ് ബേസിക്കലി പാർട്ടി സിസ്റ്റംസ് ഇൻ ഇന്ത്യ. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ഒരു സ്പിൻ ഓഫ് ആയിട്ടാണ് തേർഡ് യൂണിറ്റും വരുന്നത്. പാർട്ടി സിസ്റ്റംസ് ഇൻ ഇന്ത്യ ആണ്. സോ പാർട്ടി സിസ്റ്റം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് വൺ പാർട്ടി ഡോമിനൻസ്, ടു പാർട്ടി ഡോമിനൻസ്, അല്ലെങ്കിൽ മൾട്ടി പാർട്ടി ഡോമിനൻസ്. ഇന്ത്യ ഒരു മൾട്ടി പാർട്ടി സ്റ്റേറ്റ് ആണ്, അതൊക്കെ പറഞ്ഞിരുന്നു. സോ അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ഈ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഡിഫറെന്റ് ഫേസസ് ഓഫ് ദ പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ, അതും ഈ തേർഡ് ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഡിസ്കസിങ് പോയിന്റ് ആണ്. അതായത് നമുക്കറിയാം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കുറെ നാള് അല്ലെങ്കിൽ കുറച്ചധികം ഡെക്കേഡ്സ് തന്നെ എന്തിന്റെ കോൺഗ്രസ് പാർട്ടി ഡോമിനൻസിലായിരുന്നു. ഒരു കൈൻഡ് ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ പറയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും ആ ഒരു കോൺഗ്രസ് ഡോമിനൻസ് ഡീക്ലൈൻ ചെയ്യുന്നു. പിന്നെ ഒരു കോയിലീഷൻ എന്നുള്ള ഒരു ടേം ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുന്നത് കോൺഗ്രസ് ഡോമിനൻസിന് ശേഷമാണ്. കോയിലീഷൻ എന്താണ്? പല പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു കോയിലീഷൻ ഗവൺമെന്റ് ഉണ്ടാക്കി അവര് ഒരുമിച്ച് ഭരിക്കുന്നതിനാണ് നമ്മൾ കോയിലീഷൻ എന്ന് പറയുന്നത്.
സോ അങ്ങനെ ഒരു കോയിലീഷൻ എറയിലേക്ക് വരുന്നു. കോൺഗ്രസിന്റെ ആ ഒരു വൺ പാർട്ടി ഡോമിനൻസിന്റെ ബ്രേക്ക് ഡൗണിന് ശേഷം അങ്ങനെ കോയിലീഷൻ ഗവൺമെന്റ് ഉണ്ടാവുന്ന ഒരു മൾട്ടി പാർട്ടി സ്റ്റേറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും ഒരു കോയിലീഷൻ ഗവൺമെന്റ് ആണ് നമുക്ക് ഉള്ളത്. അതായത് ഒരു സിംഗിൾ പാർട്ടി ഡോമിനന്റ് അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇന്ത്യൻ ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോയിലീഷൻ എറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ അവിടെ മൾട്ടി പാർട്ടി സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡീൽ ചെയ്യുന്നത്. സോ ബേസിക്കലി ഫസ്റ്റ് ബ്ലോക്ക് നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ പറ്റിയിട്ടുള്ളൊരു ബേസ് സെറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ആദ്യത്തെ ബ്ലോക്ക്. അതിനകത്ത് 3 യൂണിറ്റ് ആണ് ഉള്ളത് ആസ് വി ഡിസ്കസ്ഡ്. സോ ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് ഡിറ്റർമിനൻസ് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ എന്നുള്ളതാണ്. സോ ഇതിനകത്ത് 2 യൂണിറ്റ് ആണുള്ളത്. സോ ബേസിക്കലി ഈ ബ്ലോക്കിൽ എന്താ ഡീൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം വോട്ടിംഗ് ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ വോട്ടിംഗ് ഡിസിഷൻ, നമ്മുടെ ഇലക്ട്രൽ വോട്ടിന്റെ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷനെ ഒത്തിരി അധികം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഒരു കാൻഡിഡേറ്റിനെ നോക്കിയിട്ട് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. സോ അതിന് ഒത്തിരി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ അസ്ക്രൈബ്ഡ് ആയിട്ട് നമുക്ക് അച്ചീവ്ഡ് ആയിട്ടുള്ള കുറെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കുറെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്താണ് ആ പാർട്ടീസിന്റെ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള പല ഫാക്ടേഴ്സ്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു മിക്സ് വരുമ്പോഴാണ് അത് ഒത്തിരി ഫാക്ടേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. സോ ഈ ഫാക്ടേഴ്സ്, ഇങ്ങനെ ഈ വോട്ടിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. സോ അങ്ങനെ പറയുവാണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് ട്രൈബ് എന്നാണ് ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. സോ ഇറ്റ്സ് ജസ്റ്റ് സിംപ്ലി ഈ ഫാക്ടേഴ്സ്, ഈ യൂണിറ്റിന്റെ ടൈറ്റിലിൽ പറയുന്ന ഈ ഓരോ ഫാക്ടേഴ്സും വോട്ടിംഗ് ബിഹേവിയറിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വോട്ടിംഗ് ബിഹേവിയർ എന്താണെന്നുള്ളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനോടെ കൂടിയായിരിക്കും നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വോട്ടിംഗ് ബിഹേവിയർ എങ്ങനെ, ഹൗ എ പേഴ്സൺ വോട്ട്സ്, ലൈക്ക് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് എ പേഴ്സൺ ടു കാസ്റ്റ് ദെയർ വോട്ട് ഓർ ലൈക്ക് ടു ചൂസ് ദെയർ കാൻഡിഡേറ്റ്. അങ്ങനെ പറയും, അതിനെയാണ് നമ്മൾ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിന്റെ വോട്ടിംഗ് ബിഹേവിയറിനെ പഠിക്കുക എന്നുള്ളത് തന്നെ ഇലക്ട്രൽ സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ ഇലക്ഷൻ സ്റ്റഡീസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. സോ എന്താണ് വോട്ടിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ വോട്ടിംഗ് ബിഹേവിയറിനെ പറ്റിയുള്ള അക്കാഡമിക് സ്റ്റഡീസിന്റെ എവല്യൂഷൻ, അങ്ങനെയുള്ള ഒരു ബേസ് ഐഡിയ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഓരോ ഫാക്ടേഴ്സും കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, ട്രൈബ്, ഈ ഓരോ ഫാക്ടേഴ്സും നമ്മുടെ വോട്ടിംഗ് ബിഹേവിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും പഠിക്കുന്നത്. സോ അതായത് നിങ്ങൾ ഏത് കാസ്റ്റിലാണ് ബിലോങ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടിംഗ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ ക്ലാസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ, അതുപോലെ നിങ്ങൾ ഏത് ട്രൈബിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൈബൽ ഐഡന്റിറ്റി, ഇതെല്ലാം തന്നെ നിങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു സെപ്പറേറ്റ് ഡിസ്കഷൻ ആയിരിക്കും ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ, അതായത് യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ കമ്മിങ് ടു ദ യൂണിറ്റ് 5, അതായത് ബ്ലോക്ക് സെക്കൻഡിലെ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ യൂണിറ്റിന്റെ പേര് എത്നിസിറ്റി, റിലീജിയൻ ആൻഡ് ലാംഗ്വേജ് എന്നുള്ളതാണ്. സോ ആസ് ഐ ഏർലിയർ ടോൾഡ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്, ഈ പറയുന്ന 3 ഫാക്ടേഴ്സും എങ്ങനെയാണ് നമ്മുടെ വോട്ടിംഗ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം എത്നിസിറ്റി എന്താണ്. എത്നിസിറ്റി എന്ന് പറയുന്ന ഒരു കോമൺ സെൻസ് ഓഫ് കളക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു കോമൺ ഫീലിംഗ് ആണ് എത്നിസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ എന്താണ്, ലാംഗ്വേജ് എന്താണ്, ഇതൊക്കെ നമ്മുടെ എങ്ങനെ വോട്ടിംഗ് ബിഹേവിയറിനെ, നമ്മുടെ വോട്ടിംഗ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വളരെയധികം. സോ പലപ്പോഴും ഇത് നമ്മൾ അറിയാതെ തന്നെയാണ്, അപ്പം ഒരു ആസ് എ കോമൺ പേഴ്സൺ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ പറ്റി അക്കാഡമിക്കലി പഠിക്കാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും പഠിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല നമ്മുടെ വോട്ടിംഗ് ഡിസിഷനെ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. സോ നമ്മുടെ വോട്ടിംഗ് ഡിസിഷൻ നമ്മൾ ആ വോട്ടിംഗ് ഡിസിഷൻ എടുക്കുന്നു, പലപ്പോഴും അതിനെ ഈ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല.
സോ അതിന്റെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ അതിനെ നോക്കിക്കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ യൂണിറ്റിൽ നമ്മൾ അപ്പാർട്ട് ഫ്രം ദീസ് 3 ഫാക്ടേഴ്സ് നമ്മൾ ഒരു ഫാക്ടറൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ എന്നുള്ള ഫാക്ടറാണ്. സോ ആസ് എ ഡിജിറ്റൽ ഏജ് നമുക്കറിയാം സോഷ്യൽ മീഡിയ നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫ് പൊളിറ്റിക്സിനെ എങ്ങനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. സോ ഈ ഒരു ഐഡിയ കൂടിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ വോട്ടിംഗ് ചോയ്സിനെ അഫക്ട് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇപ്പോ നമുക്കറിയാം ഇലക്ഷന്റെ ക്യാമ്പയിനിങ് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണം അതിന്റെ എല്ലാം ഒരു വലിയ പാർട്ട് പോകുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം PR വർക്ക്സ് ഉണ്ട്. Even India have a lot of political analyst companies or political campaignings PR work നടത്താനുള്ള പൊളിറ്റിക്കൽ അനലിസ്റ്റ് കമ്പനികൾ എന്താണ് പ്രൈവറ്റ് ഫേമിൽ മറ്റുമായിട്ട് ഇന്ത്യയിൽ ഒത്തിരി അധികമുണ്ട്. ദാറ്റ് ഈസ് ഗ്രോയിങ് ഫീൽഡ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്, പൊളിറ്റിക്കൽ അനലിസ്റ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആകുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ വോട്ടിംഗ് ബിഹേവിയറിനെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അറിയാതെ തന്നെ ഷേപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡീൽ ചെയ്യും. സെക്കൻഡ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റിൽ ഡീൽ ചെയ്യും. സോ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഡിറ്റർമിനൻസ് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ എന്നുള്ളതാണ് സെക്കൻഡ് ബ്ലോക്ക്. ഇതിനകത്ത് നമുക്ക് 2 യൂണിറ്റ്സ് ആണുള്ളത്. ഈ 2 യൂണിറ്റിലായിട്ട് പറയുന്ന ഓരോ ഫാക്ടേഴ്സും എങ്ങനെ വോട്ടിംഗ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നതായിരിക്കും. സോ മൂവിങ് ഓൺ ടു ദ തേർഡ് ബ്ലോക്ക്. തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് റീജിയണൽ ആസ്പിറേഷൻസ് ആൻഡ് മൂവ്മെന്റ്സ് എന്നുള്ളതാണ് തേർഡ് ബ്ലോക്ക്. സോ ഇവിടെ നമ്മൾ ആ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിന്ന് കുറച്ച് മുന്നേക്ക് പോവാണ്, കുറച്ച് മുന്നോട്ടാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്നുള്ള ഐഡിയയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നമ്മൾ പോയിട്ട് എന്താണ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ട്, റീജിയണൽ ആസ്പിറേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതിനകത്ത് 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. 1 ഓട്ടോണമി മൂവ്മെന്റ്സ്, 2 ഇൻസർജൻസി, 3 മൂവ്മെന്റ്സ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ്. സോ ഈ യൂണിറ്റിൽ നമ്മൾ ബേസിക്കലി ദിസ് യൂണിറ്റ് ഇസ് ആക്ച്വലി വെരി റെലവെന്റ് നൗഡേയ്സ്. കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കണ്ടംപററി ഇന്ത്യയിൽ ഈ ഒരു റീജിയണൽ ആസ്പിറേഷൻസിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ്, പല രീതിയിലുള്ള മൂവ്മെന്റ്സ്, ഇൻസർജൻസ് മൂവ്മെന്റ്സ് ആയാലും ഓട്ടോണമി മൂവ്മെന്റ്സ് ആയാലും സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സ് ആയാലും സെസഷനിസ്റ്റ് മൂവ്മെന്റ്സ് ആയാലും വളരെയധികം വളരെയധികം റെലവൻസ് ഉള്ള ഇത്തരം മൂവ്മെന്റ്സിന് വളരെയധികം റെലവൻസ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഡെയിലി നമ്മൾ പലപ്പോഴും ഇൻ വൺ വേ ഓർ അതർ വേ ഇങ്ങനെയുള്ള മൂവ്മെന്റ്സിനെ പറ്റി കേട്ടോണ്ടിരിക്കുകയാണ്. സോ ആൻഡ് ഓൾസോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇറ്റ് ഇസ് നോട്ട് വെരി റെയർ ടു ഫൈൻഡ് ദിസ് കൈൻഡ് ഓഫ് മൂവ്മെന്റ്സ്. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ കോമ്പോസിഷൻ അങ്ങനെയാണ്. ഇന്ത്യ വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രിയാണ്. സോ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റീസ് ഇസ് ലൈക്ക് ബിയോണ്ട് അവർ ഇമാജിനേഷൻ ഇൻ എ വേ. കാരണം എത്നിക് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്, എത്നിക് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്, റിലീജിയസ് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ പല രീതിക്കുള്ള അല്ലെങ്കിൽ പല ഡൈമെൻഷൻസിലുള്ള ഡൈവേഴ്സിറ്റീസ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. സോ ഡൈവേഴ്സിറ്റി വിത്തിൻ ഡൈവേഴ്സിറ്റി, അതായത് ഒരു ഗ്രൂപ്പ്, ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും സബ് ഗ്രൂപ്പ്സ് വരുന്ന രീതിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സ് സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. സോ അങ്ങനെയുള്ള ഒരു കൺട്രിയിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള മൂവ്മെന്റ്സിന്റെ പ്രസൻസ് നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡെയിലി പൊളിറ്റിക്സിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓട്ടോണമി മൂവ്മെന്റ്സ് ആണ്. സോ നിങ്ങൾക്കറിയാം ഓട്ടോണമി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കളക്റ്റീവ് മൊബിലൈസേഷൻ ഓഫ് പീപ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു റീജിയനിലെ ആൾക്കാർ, ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഒരു കളക്റ്റീവ് മൊബിലൈസേഷൻ നടത്തുന്നത്, അവർ ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു ഓട്ടോണമസ് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ആസ്പയർ ചെയ്യുന്നത്. അതായത് അവരുടെ ഡിമാൻഡ് എന്തായിരിക്കും? അവർക്ക് സ്വന്തമായി ഒരു ഗവൺമെന്റ് വേണം, അല്ലെങ്കിൽ അവർക്ക് സ്വയം റൂൾസ് മേക്ക് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള ഓട്ടോണമി, ഒരു സ്വയംഭരണ അധികാരം വേണം എന്നുള്ളതായിരിക്കും ഓട്ടോണമസ് മൂവ്മെന്റ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കലി എന്താണ് ഓട്ടോണമസ് മൂവ്മെന്റ്സ് എന്ന് ഡീൽ ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് റീജിയണൽ ഓട്ടോണമി എന്നുള്ളത് ഈ ഒരു യൂണിറ്റിന്റെ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ബിക്കോസ്
നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സിന് തന്നെ അത് വളരെയധികം വ്യക്തമായിരുന്നു. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതുപോലുള്ള ഓട്ടോണമസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ റീജിയണൽ ആസ്പിറേഷൻസിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് വുഡ് നോട്ട് ബി ദാറ്റ് മച്ച് റയർ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമിങ്ങിന്റെ സമയത്ത് തന്നെ ഇത്തരം മൂവ്മെന്റ്സ് വന്നാൽ അല്ലെങ്കിൽ ഇത്തരം മൂവ്മെന്റ്സ് വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പല പ്രൊവിഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്തരം പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു റീജിയണൽ ഓട്ടോണമിക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മെക്കാനിസംസ് പലതും കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം ആണ്. പക്ഷേ ഇന്ത്യൻ ഫെഡറലിസം ഇസ് ഡിഫറെന്റ് ടു ദ ഫെഡറലിസം ഇൻ അതർ കൺട്രീസ്. നിങ്ങൾ മറ്റ് പേപ്പേഴ്സിലെ ഫെഡറലിസം എന്താണ്, ഇന്ത്യയിലെ ഫെഡറലിസത്തിന്റെ പെക്യുലാരിറ്റീസ് എന്താണ് എന്നൊക്കെ മറ്റു പല പേപ്പേഴ്സിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. സോ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫെഡറലിസത്തിനല്ല, ഇന്ത്യയുടെ ഒരു പെക്യുലിയർ കൈൻഡ് ഓഫ് ഫെഡറലിസം ആണ്. ബിക്കോസ് ഇന്ത്യ ആസ് എ ഫെഡറലിസം ഒരു ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്, അതായത് യൂണിറ്ററി ഗവൺമെന്റിന്റെ പല ഫീച്ചേഴ്സും ഉള്ള ഒരു ഫെഡറൽ സിസ്റ്റം ആണ് ഇന്ത്യയുടേത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മിക്സ്, നമ്മൾ അതിനെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് നെയിം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മിക്സഡ് കൈൻഡ് ഓഫ് ഫെഡറലിസം ആണ്. സോ ഇങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ ഒരു റീജിയണൽ ആസ്പിറേഷൻസ് ഉണ്ടാകും എന്നുള്ളൊരു ഐഡിയ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ഫെഡറൽ സിസ്റ്റം ഇന്ത്യക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്തത് തന്നെ. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ ബേസിക്കലി ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെയൊക്കെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഐഡിയ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നതായിരിക്കും. അതുപോലെ ഇത്തരം ഓട്ടോണമസ് മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും, എന്തൊക്കെയായിരിക്കും ഈ ഒരു ഓട്ടോണമസ് മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ്, അതായത് അവര് എങ്ങനെയുള്ള റീജിയണൽ ഓട്ടോണമിക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്സ്, എന്തൊക്കെ ടൈപ്പ് ഡിമാൻഡ്സ് ആയിരിക്കും വയ്ക്കുക, അതായത് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളില് ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു റീജിയൻ അല്ലെങ്കിൽ സോവറിറ്റി ഉള്ള ഒരു മറ്റൊരു റീജിയന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് തന്നെയാണോ ഡിമാൻഡ് ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും ഈ ഒരു ഓട്ടോണമസ് മൂവ്മെന്റ്സ്. സോ അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ അത്തരത്തിലുള്ള ചില ഓട്ടോണമസ് മൂവ്മെന്റ്സ് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇറ്റ്സ് വെരി കോമൺ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഓട്ടോണമസ് മൂവ്മെന്റ്. സോ അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ യൂണിറ്റ് 7, ദാറ്റ് ഇസ് ബ്ലോക്ക് 3 സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻസർജൻസി എന്നാണ്. സോ നിങ്ങൾ പലർക്കും ഇൻസർജൻസി എന്നുള്ള ടേം കുറച്ച് പുതിയതായിരിക്കും. കാരണം നിങ്ങൾ പലപ്പോഴും ഈ ഒരു 3 ടേം കേട്ടിട്ടുണ്ടായിരിക്കാം. ഓട്ടോണമസ് മൂവ്മെന്റ്സ്, ഇൻസർജൻസി, മൂവ്മെന്റ്സ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയായിരിക്കാം. പക്ഷെ ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ ഇത് മൂന്നും പലപ്പോഴും നിങ്ങൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇതിന് മൂന്നിനും അതിൻ്റെതായ സെപ്പറേറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് ആണ് നമ്മൾ ബേസിക്കലി ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അങ്ങനെയുള്ള ടേമാണ് ഇൻസർജൻസി എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതിൽ ഇൻസർജൻസി എന്നുള്ള ടേമിന്റെ കറക്റ്റ് മീനിങ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇൻസർജൻസി ബേസിക്കലി ഒരു റെബലിയൻ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു അപ്രൈസിംഗ് ആണ്, ഒരു ആംഡ് അപ്രൈസിംഗ് ആണ്. സോ പീപ്പിൾ വിൽ ടേക്ക് അപ്പ് ആംസ് അഗെയിൻസ്റ്റ് ദ അതോറിറ്റീസ്, അതായത് അതോറിറ്റീസിനെതിരെയുള്ള ഒരു ആംഡ് അപ്രൈസിംഗ് ആയിരിക്കും പലപ്പോഴും ഇൻസർജൻസി എന്ന് പറയുന്നത്. അവിടെ ഒരു യൂസ് ഓഫ് ആംസ് ആണ് ഇൻസർജൻസിനെ ഡിഫറെന്റ് ആക്കുന്നത്. സോ ഈ യൂണിറ്റിൽ നമ്മൾ എന്താണ് ഇൻസർജൻസി എന്ന് നോക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇൻസർജൻസി ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ, അതിന്റെ എവല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻസർജന്റ് മൂവ്മെന്റ്സ് ദാറ്റ്സ് ഹാപ്പൻഡ് ആൻഡ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ ടിൽ നൗ. അതായത് ഇന്ത്യയിൽ ഇൻസർജന്റ് മൂവ്മെന്റ്സ്, ഒത്തിരി ഇൻസർജൻസി മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഇൻസർജന്റ് മൂവ്മെന്റ്സ് ആയാലും, നോർത്ത് ഈസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പലതരം ഇൻസർജന്റ് മൂവ്മെന്റ്സ്. അപ്പൊ നോർത്ത് ഈസ്റ്റിൽ തന്നെ ഡിഫറെന്റ് ഇൻസർജൻസ് മൂവ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നാഗ മൂവ്മെന്റ് ഉണ്ട്, മീസോ മൂവ്മെന്റ് ഉണ്ട്, അരുണാചൽ പ്രദേശിലുണ്ടായ മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അല്ലെങ്കിൽ പല മൂവ്മെന്റ്സ് നോർത്ത് ഈസ്റ്റ് ആ ഒരു 7 സിസ്റ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെ പല തരത്തിലുള്ള ഇൻസർജന്റ് മൂവ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഇൻസർജന്റ് മൂവ്മെന്റ്സിനെ പറ്റി നമ്മൾ നോക്കും. പഞ്ചാബിൽ ഉണ്ടായ ഇൻസർജൻസ് മൂവ്മെന്റ്സ് നമുക്കറിയാം, ഖാലിസ്ഥാൻ മൂവ്മെന്റ് പഞ്ചാബിൽ ഉണ്ടായ. സോ അതിനുശേഷം ഉണ്ടായ ഗോൾഡൻ ടെമ്പിളിൽ ഉണ്ടായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ദെൻ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ആ ഒരു സിഖ് റിവോൾട്ട്. സോ അതൊക്കെ ആ ഖാലിസ്ഥാൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. സോ അതാണ് പഞ്ചാബിൽ ഉണ്ടായ ഇൻസർജന്റ് മൂവ്മെന്റ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മാവോയിസ്റ്റ് ഇൻസർജൻസിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ മാവോയിസ്റ്റ് ഇൻസർജൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
ഇന്ത്യയിൽ ഒരു സമയത്ത് 1900s എന്താണ് ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ലൈക്ക് അത് വയലന്റ് മൂവ്മെന്റ്സ് ആയിരുന്നു, ആംഡ് റെബലിയൻസ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് അതിന് ഇൻസർജൻസി നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള മാവോയിസ്റ്റ് ഇൻസർജൻസ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിന്റെ ഈ ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മൂവ്മെന്റ്സ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് എന്നുള്ളതാണ്. അതായത് ആസ് ദ നെയിം സജസ്റ്റ് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്. നമുക്കറിയാം അങ്ങനെ ഒത്തിരി മൂവ്മെന്റ്സ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ട്. ബിക്കോസ് ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ബേസിസിലാണെങ്കിൽ പോലും, ആദ്യം നമ്മൾ ലാംഗ്വേജിന്റെ ബേസിസിൽ ഒരു ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ നടത്തിയെങ്കിൽ പോലും പിന്നെ പല കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ, അതായത് ഇന്ത്യയിൽ അങ്ങനെ ഒരേ ലാംഗ്വേജിൽ ഒരേ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട് അതിനുശേഷം അതിന്റെ ഉള്ളിലെ റീജിയണൽ ഡിഫറൻസസ് കാരണം നമ്മൾ 2 സ്റ്റേറ്റ്സും 3 സ്റ്റേറ്റ്സും ആയിട്ട് ഡിവൈഡ് ചെയ്ത ഒത്തിരി ഇൻസ്റ്റൻസസ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. സോ അതാണ് മൂവ്മെന്റ്സ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ്. സോ എന്താണ് ആ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സിന് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉള്ളത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, അതായത് സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റി കാരണം സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സ് വളരെയധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൗണ്ടർ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ് എന്ന് നമ്മൾ ബേസിക്കലി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സ് ഉണ്ടാകാനുള്ള കാരണം അതിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിഫറെന്റ് കേസസ് ഓഫ് മൂവ്മെന്റ്സ്, അതായത് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സിന്റെ വലിയൊരു ഹിസ്റ്ററി നമുക്ക് നോർത്ത് ഈസ്റ്റ് പാർട്ടിൽ ട്രേസ് ചെയ്യാൻ പറ്റും. അതായത് നോർത്ത് ഈസ്റ്റ് ഇപ്പം 7 സ്റ്റേറ്റ്സ് ഉള്ളത് മുന്നേ 1, 2, 3 സ്റ്റേറ്റ്സ് ആയിട്ട് മാത്രം ഡിവൈഡ് ചെയ്തിരുന്നതാണ്. പിന്നെ ഡിഫറെന്റ് സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സ് നിന്നാണ് ഈ ഒരു 7 സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മൾ അതിന്റെ ഇൻഡിപെൻഡൻസിന് ശേഷം ഡിവൈഡ് ചെയ്തത്. ഹിന്ദി ബെൽറ്റിൽ ഒത്തിരി സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. സ്റ്റിൽ ഓൺ യുപിയിൽ നമുക്ക് അങ്ങനെയുള്ള പല മൂവ്മെന്റ്സും കാണാൻ പറ്റും. അല്ലെങ്കിൽ പഞ്ചാബ്, ഹരിയാന, പിന്നെ ഹിന്ദി ബെൽറ്റിലേക്ക് വരികയാണെങ്കിൽ ഛത്തീസ്ഗഡിന്റെ ഫോർമേഷൻ, അതെല്ലാം തന്നെ ഈ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായതാണ്. അതുപോലെ തന്നെ തെലങ്കാന സ്റ്റേറ്റിന്റെ ഫോർമേഷനും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ് ആയിരുന്നു. ഇപ്പം ആന്ധ്ര എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നു, പക്ഷെ ആന്ധ്ര, തെലങ്കാന 2 സ്റ്റേറ്റ് ആയിട്ട് മാറിയത് even though they are ലിംഗ്വിസ്റ്റിക്കലി ഓർഗനൈസ്ഡ്. ഒരു ലിംഗ്വിസ്റ്റിക് ഓർഗനൈസേഷൻ ലാംഗ്വേജിന്റെ ബേസിലാണ്, രണ്ടും തെലുഗു സ്പീക്കിംഗ് സ്റ്റേറ്റ് ആണ്, ലാംഗ്വേജിന്റെ ബേസിലാണ് ആന്ധ്ര എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് 2 സ്റ്റേറ്റ് ആയിട്ട് മാറേണ്ട അതിൻ്റെതായ റീജിയണൽ ആസ്പിറേഷൻസ് ഉണ്ട്. ആ കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ചാപ്റ്ററിൽ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസും സ്റ്റേറ്റും ഈ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ പലപ്പോഴും നമുക്കറിയാം തെലങ്കാന മൂവ്മെന്റിന്റെ പറയുകയാണെങ്കിൽ തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള മൂവ്മെന്റിന്റെ ഒരു ഫോർഫ്രണ്ടിൽ നിന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, TRS എന്ന് പറയുന്ന പാർട്ടിയാണ്. സോ അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണ് ഇതുപോലെ പല സാഹചര്യങ്ങളിലും പൊളിറ്റിക്കൽ പാർട്ടീസും സ്റ്റേറ്റും സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്സിന് പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെസഷനിസ്റ്റ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് പറയുന്നതായിരിക്കും. സെസഷനിസ്റ്റ് മൂവ്മെന്റ്സും ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ്. സോ സെസഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഓട്ടോണമി ഡിമാൻഡ് ചെയ്യുന്നതാണ്. സോ ഇതെങ്ങനെ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് മൂവ്മെന്റ് നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നു എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഈ ബ്ലോക്ക് ആക്ച്വലി ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് നമ്മൾ ഡെയിലി കാണുന്ന നമ്മൾ ന്യൂസ് പേപ്പറിലൂടെ മറ്ററിയുന്ന പല ഇഷ്യൂസും പല കോൺഫ്ലിക്ട്സും നമ്മൾ ഈ ബ്ലോക്കിലെ 3 യൂണിറ്റ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ മൂവിങ് ഓൺ, നമ്മൾ 4th ബ്ലോക്കിലേക്ക് വരികയാണെങ്കിൽ, സോ ദിസ് ഇസ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് ബ്ലോക്ക് ബിക്കോസ് ഇത് നമ്മൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഡെയിലി ലൈഫ് പൊളിറ്റിക്സിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഐഡിയ തന്നെയാണ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. സോ ലൈക്ക് ഇന്നത്തെ കണ്ടംപററി ഇന്ത്യയിൽ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാതെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. സോ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് നമ്മുടെ 4th ബ്ലോക്ക്. ഇതിനകത്ത് 2 യൂണിറ്റ് ആണ് നമുക്കുള്ളത്, സെക്യുലറിസം ആൻഡ് കമ്മ്യൂണലിസം. സോ ബേസിക്കലി ഈ ബ്ലോക്കിൽ നമ്മൾ റിലീജിയൻ എന്ന ഫാക്ടർ എങ്ങനെ പൊളിറ്റിക്സിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള ഐഡിയ ആണ് നോക്കുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് സെക്യുലറിസം എന്ന യൂണിറ്റിൽ
നമ്മൾ ബേസിക്കലി എന്താണ് സെക്യുലറിസം എന്ന ഐഡിയ എന്നാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്കറിയാം സെക്യുലറിസം എന്ന് പറയുന്ന ഐഡിയ ഇറ്റ് ഇസ് അതിന്റെ ഒരു കോർ ഐഡിയ ഇസ് ബേസിക്കലി ഒന്നായിരിക്കും. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സെക്യുലറിസം ഇസ് ഡിഫറെന്റ്, അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസിൽ സെക്യുലറിസം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണലി ഡിഫറെന്റ് നോഷനിലായിരിക്കും അത് അഡോപ്റ്റ് ചെയ്തിരിക്കുക. ഡിഫറെന്റ് ഐഡിയാസ് ആയിരിക്കും സെക്യുലറിസത്തിന് പല കോൺസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ടായിരിക്കുക. സോ നമ്മൾ എന്താണ് സെക്യുലറിസം എന്നുള്ളൊരു ബേസിക് ഐഡിയ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് സെക്യുലറിസം എന്ന് നോക്കുന്നു. സോ നിങ്ങൾക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്യുലറിസം ഇസ് ഡിഫറെന്റ് ഫ്രം യൂറോപ്യൻ ഐഡിയ ഓഫ് സെക്യുലറിസം. നമ്മൾ സെക്യുലറിസത്തിനെ പറ്റി പറയുമ്പോഴത്തേനും എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ആണിത്. ഇന്ത്യൻ സെക്യുലറിസം or Indian notion of secularism is entirely different from the European notion of secularism. So European notion of secularism എന്താണ്? സ്റ്റേറ്റ് യൂറോപ്യൻ നോഷൻ ഓഫ് സെക്യുലറിസം ഇന്ത്യൻ നോഷൻ ഓഫ് സെക്യുലറിസത്തിൽ നിന്ന് വളരെയധികം ഡിഫറെന്റ് ആണ്. സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ഇന്ത്യയില് സ്റ്റേറ്റും റിലീജിയനും എൻറ്റയർലി സെപ്പറേറ്റഡ് ആയിരിക്കും. ഇൻ ദ സെൻസ് സ്റ്റേറ്റിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഉണ്ടായിരിക്കത്തില്ല. സ്റ്റേറ്റ് റിലീജിയസ് അഫയേഴ്സിൽ ചില കാര്യങ്ങളിൽ മാത്രമേ ഇന്റർഫിയർ ചെയ്യുള്ളൂ. അല്ലാണ്ട് റിലീജിയസ് അഫയേഴ്സിൽ സ്റ്റേറ്റ് ഇന്റർഫിയർ ചെയ്യില്ല. വളരെ മിനിമം ഇന്റർഫിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ആസ് ഇഫ് യു ആർ കോട്ടിംഗ് നെഹ്റൂസ് വേർഡ്സ്, ഒരു ആംസ് ലെങ്ത് ഡിസ്റ്റൻസിലായിരിക്കും സ്റ്റേറ്റും റിലീജിയനും ഉണ്ടായിരിക്കുക. സോ പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ നോഷനിൽ പലപ്പോഴും ബ്രിട്ടൻ പോലുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി അവര് ഒരു റിലീജിയനെ അംഗീകരിക്കുന്നുണ്ട്. സോ അത് ആ ഒരു നോഷൻ ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ നോഷനിൽ. ബിക്കോസ് ഇന്ത്യ ആസ് എ കൺട്രി വിച്ച് ഹാസ് എ ലോട്ട് ഓഫ് റിലീജിയൻ, ഒരു മൾട്ടിപ്പിൾ റിലീജിയൻസ് നമ്മൾ ഇവിടെ കാണാൻ പറ്റും. നമുക്കൊരു പെർട്ടിക്കുലർ റിലീജിയൻ ആണ് ഇവിടുത്തെ ഡോമിനൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു റിലീജിയനെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയനെ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് അംഗീകരിക്കുന്നത് ദാറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റേറ്റിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. സോ ഇന്ത്യൻ സെക്യുലറിസം ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ യൂറോപ്യൻ നോഷൻ ഓഫ് സെക്യുലറിസം. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ആന്റി സെക്യുലറിസം എന്നുള്ളൊരു ഐഡിയ കൂടി ഡീൽ ചെയ്യുന്നുണ്ട്. സോ ആന്റി സെക്യുലറിസം നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആന്റി സെക്യുലറിസം എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോട്ട് അഗെയിൻസ്റ്റ് ദ കോർ ഐഡിയ ഓഫ് സെക്യുലറിസം. ഇറ്റ് ഇസ് ബേസിക്കലി ആന്റി സെക്യുലറിസം എന്നുള്ള ഐഡിയയുടെ വക്താക്കൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഡിഫറെന്റ് റിലീജിയൻസിന്റെ ഒരു ഹോമാണ്. ഇറ്റ്സ് എ ഹോം ഫോർ ഡിഫറെന്റ് റിലീജിയൻസ്. ഒത്തിരി റിലീജിയസ്ലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അങ്ങനെ ഒരു കൺട്രിയില് റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അതായത് റിലീജിയനും സ്റ്റേറ്റും അത്രയധികം ഒരു ടാങ്കിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായ കാര്യങ്ങളാണ്. സോ അതിനെ രണ്ടിനും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ ആന്റി സെക്യുലറിസ്റ്റ് ഐഡിയ. സോ ഈ ഒരു ഐഡിയന്റെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് പെർസ്പെക്റ്റീവ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഡിഫറെന്റ് റിലീജിയസ് ഗ്രൂപ്പ്സ് അവർ സെക്യുലറിസം എന്ന ഐഡിയനെ എങ്ങനെ നോക്കി കാണുന്നു, അങ്ങനെ സെക്യുലറിസം എന്ന ഐഡിയക്ക് ഇന്ത്യയിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്. സോ വി മേ ഓൾസോ ലുക്ക് ഇൻ ടു ദ കണ്ടംപററി ചാലഞ്ചസ് ടുവേർഡ്സ് ദ ഐഡിയ ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ സെക്യുലറിസം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. സോ ഓൺ ദ കോൺട്രറി നമുക്ക് കമ്മ്യൂണലിസം എന്നുള്ളൊരു ചാപ്റ്റർ കൂടി ഈ ഒരു ബ്ലോക്കിൽ ഡീൽ ചെയ്യാനുണ്ട്. സോ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് അതിന്റെ ഒരു വൺ സെന്റൻസ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ പീപ്പിൾ ഓഫ് എ കമ്മ്യൂണിറ്റി or a religion will go against the people of another community of religion എന്ന് നമുക്കൊരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗിൽ പറയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലർ റിലീജിയനിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കോമൺ ഫീലിംഗ്, ആ ഒരു കോമൺ എക്സിസ്റ്റൻസിന്റെ ഫീലിംഗ് ഉണ്ടാവുകയും അത് മറ്റ് റിലീജിയൻസിനെ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റീസിനെ നിങ്ങൾ ഇൻഫീരിയർ ആയിട്ട് കാണുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഹേറ്റ്രഡ് ഉണ്ടാകുന്നു. ഈ ഹേറ്റ്രഡ് പലപ്പോഴും നമ്മുടെ ഡെയിലി അണ്ടർസ്റ്റാൻഡിംഗിൽ അല്ലെങ്കിൽ കോമൺ മാൻ അണ്ടർസ്റ്റാൻഡിംഗിൽ നമ്മൾ ഇതിനെ പലപ്പോഴും കമ്മ്യൂണൽ വയലൻസ് ആയിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുക. അതിനെ പറ്റിയിട്ട് കമ്മ്യൂണൽ വയലൻസ് എന്ന ടേമിലൂടെയാണ് കമ്മ്യൂണലിസം കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. സോ ഈ ഒരു ഐഡിയ ഓഫ് കമ്മ്യൂണലിസം എന്താണ് എന്നുള്ളതിൽ നിന്നായിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക.
ഇവിടെ ഇന്ത്യയിലെ കമ്മ്യൂണിസം എന്നുള്ള ഐഡിയ അതിന്റെ ഒറിജിനെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പോസ്റ്റ് കൊളോണിയൽ പീരീഡിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണലിസം എന്നുള്ള ഒരു ഐഡിയ വളരെ പ്രോമിനന്റ് ആകുന്നത്. സോ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ബിഫോർ അല്ലെങ്കിൽ ഡ്യൂറിങ് കൊളോണിയലിസം അല്ലെങ്കിൽ ഇൻ ദ പ്രീ കൊളോണിയൽ പീരീഡ് കമ്മ്യൂണലിസം ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്, ഒരു മോഡേൺ സെൻസിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കമ്മ്യൂണലിസം ഉണ്ടാകുന്നത് പോസ്റ്റ് കൊളോണിയൽ പീരീഡിലാണ്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ കമ്മ്യൂണലിസത്തിനെ എങ്ങനെ സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്റ്റേറ്റിന്റെ റെസ്പോൺസസ് എന്തൊക്കെയാണ്, പിന്നെ കമ്മ്യൂണലിസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്നുള്ളൊരു ഐഡിയ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഇന്നത്തെ സമൂഹത്തിൽ മീഡിയക്ക് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. It's have a lot of influence and we have a lot to talk about that in this chapter. So ഇങ്ങനെയുള്ള ബേസിക് ഐഡിയാസ് ആയിരിക്കും നമ്മൾ കമ്മ്യൂണലിസം എന്നുള്ള ചാപ്റ്ററിൽ ഡീൽ ചെയ്യുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ബ്ലോക്ക് 5 നമ്മുടെ ലാസ്റ്റ് ഫോർത്ത് ബ്ലോക്ക് പോലെ തന്നെയാണ്. ഇവിടെ കാസ്റ്റ് ആണ് നമ്മുടെ ടോപ്പിക്. അതായത് നേരത്തെ നമ്മൾ റിലീജിയൻ എങ്ങനെ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നായിരുന്നെങ്കിൽ ഇവിടെ കാസ്റ്റ് എങ്ങനെ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. സോ ഇന്ത്യ പോലുള്ള കൺട്രിയിൽ ഈ രണ്ട് കാര്യങ്ങളും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോക്ക് അബൌട്ട് കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ടോക്ക് അബൌട്ട് റിലീജിയൻ ഇൻ പൊളിറ്റിക്സ്. സോ ഇതും നമുക്ക് 2 യൂണിറ്റ് ആണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് കാസ്റ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്നാണ്. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടായിരിക്കും. സോ നമുക്കറിയാം ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം ഇറ്റ് ഈസ് ലൈക്ക് സെഞ്ചുറീസ് ഓൾഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളതാണ്. വർണ്ണ സിസ്റ്റം, അങ്ങനെയുള്ള ബേസിക് കുറച്ച് ഇൻഫർമേഷൻ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ ഇവിടെ പറയുന്നതായിരിക്കും ഈ യൂണിറ്റില്. സോ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി സംസാരിച്ചിട്ട് ഇന്ത്യയിലെ കാസ്റ്റ് ബേസ്ഡ് ഓർഗനൈസേഷൻസ് എങ്ങനെ ഉണ്ടായി. നമുക്കറിയാം കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഓർഗനൈസേഷൻസ് ഇന്ത്യയിലുണ്ട്. സം ആർ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്, സം ആർ സോഷ്യൽ ഓർഗനൈസേഷൻ, എക്കണോമിക് ഓർഗനൈസേഷൻ, എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. സോ ഈ ഓർഗനൈസേഷൻസ് പലപ്പോഴും ഇറ്റ് ഡു എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ടു ദ സൊസൈറ്റി ഇൻ എ വേ. ലൈക്ക് പല ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള കാസ്റ്റ് ഗ്രൂപ്പ്സിനും ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എങ്ങനെ ഇന്ത്യയിൽ എമർജ് ആയി, എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായി, അതിന്റെ ആ ഒരു ഹിസ്റ്ററി, എവല്യൂഷൻ ഒക്കെ നമ്മൾ ഇവിടെ പറയുന്നതായിരിക്കും. അതുപോലെ ഈ കാസ്റ്റ് ഓർഗനൈസേഷൻസ് ഒത്തിരി ഇഷ്യൂസ് നമുക്ക് റേസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള കാസ്റ്റ് ഓർഗനൈസേഷൻസ് റേസ് ചെയ്യുന്ന ഇഷ്യൂസിൽ നിന്നാണ് പല അഫർമേറ്റീവ് ആക്ഷൻസും അല്ലെങ്കിൽ ഇതുപോലുള്ള പല ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് ഗ്രൂപ്പ്സിനും വേണ്ട പല അഫർമേറ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ പല സ്കീംസ്, വെൽഫെയർ സ്കീംസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇത്തരം കാസ്റ്റ് ഓർഗനൈസേഷൻസിന്റെ ഡിമാൻഡ്സ് കൊണ്ടുകൂടിയാണ്. ഇങ്ങനെയുള്ള കാസ്റ്റ് ഓർഗനൈസേഷൻസിന്റെ ഡിമാൻഡ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. സോ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് റേസ് ചെയ്ത ഇതുപോലുള്ള ഡിമാൻഡ്സിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഡിമാൻഡ്സ് എങ്ങനെ സൊസൈറ്റിയിലെ ഇൻഫ്ലുവൻസ് ചെയ്തു, അത് നമ്മുടെ പോളിസി ഫോർമേഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, എങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ. അതുപോലെ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ എങ്ങനെ കാസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ ആസ് വി നോ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്നുള്ളത്. സോ പലപ്പോഴും ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നത് മുതൽ ആ കാൻഡിഡേറ്റിന് കിട്ടുന്ന വോട്ട് മുതൽ എല്ലാ കാര്യങ്ങളും കാസ്റ്റ് എന്നുള്ള എലമെന്റ് വളരെയധികം ഇന്ത്യൻ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു ഡിറ്റർമിനന്റ് ആയിട്ട്, ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആയിട്ട് വരാറുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ നോൺ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കാസ്റ്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ കൂടി ഈ ചാപ്റ്റർ നമുക്ക് തരും. അതായത് നമ്മുടെ എഡ്യൂക്കേഷനെ, നമ്മൾ എങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത, നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാനുള്ള സാധ്യത, നമ്മുടെ എക്കണോമിക് അഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത, നമ്മുടെ സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോ റിലീജിയസ് റിഫോംസ്, ഇതെല്ലാം കാസ്റ്റ് എന്നുള്ള ഫാക്ടർ എങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് നോൺ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കാസ്റ്റ് എങ്ങനെ ഒരു ഫാക്ടർ ആകുന്നു എന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ദെൻ അതിന്റെ സെക്കൻഡ് ചാപ്റ്റർ, ഈ ഒരു ബ്ലോക്കിലെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന ചാപ്റ്റർ ആണ്. കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലും സോ നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സ്, നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ കാസ്റ്റ് ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യും. അതായത് കാസ്റ്റ് എങ്ങനെ പൊളിറ്റിക്സിനെ അഫക്റ്റ് ചെയ്യുന്നു. സോ കാസ്റ്റ് പൊളിറ്റിക്സിലെ ഇഷ്യൂസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് കാസ്റ്റ് ഇലക്ട്രൽ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും റിസർവേഷൻ അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് വയലൻസ്, ഇലക്ഷന്റെ സമയത്തും മറ്റും കാസ്റ്റ് ബേസ്ഡ് വയലൻസ് നമ്മൾ വളരെയധികം കേൾക്കാറുണ്ട്. ഇതൊക്കെ
കാസ്റ്റ് പൊളിറ്റിക്സിൽ വരുന്ന കുറച്ച് എലമെന്റ്സ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കാസ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഇൻ ഇന്ത്യൻ ഇലക്ട്രൽ കോണ്ടെക്സ്റ്റ്. സോ അത് നമ്മൾ ഡെയിലി നമ്മൾ അതിനെപ്പറ്റി കേൾക്കുന്നതാണ്. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So, sixth block, it will be like quite different from what we talked about talked in all the 5 blocks till now. So, ഇവിടെ നമ്മൾ അഫർമേറ്റീവ് ആക്ഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ അഫർമേറ്റീവ് ആക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ 2 യൂണിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, റിസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. സോ റിസർവേഷൻ നമുക്കറിയാം, നമ്മൾ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് പറഞ്ഞപ്പോഴത്തേനും കുറച്ച് പറഞ്ഞു പോയൊരു ഐഡിയ ആണ് റിസർവേഷൻ എന്ന് പറയുന്നത്. എന്താണ് റിസർവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ തന്നെ ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒന്നാണ് SC/ST കാറ്റഗറീസിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ. ഇറ്റ് വാസ് ആക്ച്വലി ഇംപ്ലിമെന്റഡ് ഫോർ എ പീരീഡ് ഓഫ് 20 years ഫോർ ദ ഫസ്റ്റ് ടൈം. പിന്നെ അതിനുശേഷം ഓരോ തവണയും റിന്യൂ ചെയ്യായിരുന്നു. ഇനിയും ഇത്രയും വർഷത്തേക്ക് അത് ആ റിസർവേഷൻ ക്രൈറ്റീരിയ റിന്യൂ ചെയ്യായിരുന്നു. ബിക്കോസ് അതായത് ഇനിഷ്യലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയായിരുന്നു, ആദ്യം 20 വർഷത്തേക്ക് SC/ST റിസർവേഷൻ കൊടുക്കുക. സോ അതിനുശേഷം SC/ST കാറ്റഗറിയിലെ ആൾക്കാരുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ആയി ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു അപ് ടു ദ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസർവേഷൻ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത്രയും വർഷവും അത് റിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. കാരണം റിസർവേഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ആവശ്യമായ ഡെവലപ്മെന്റും പ്രോഗ്രസും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോടുകൂടി. സോ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ആ ഒരു SC/ST റിസർവേഷനെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിക്കും. അതുപോലെ OBC റിസർവേഷൻ, നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ ഉണ്ടാവുന്നത്, അത് കാരണം ഉണ്ടായ കുറെ ഇഷ്യൂസ്, പിന്നെ OBC റിസർവേഷൻ എങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ റിസർവേഷൻ ഫോർ വിമൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാറ്റഗറിയാണ്. നമുക്കറിയാം റീസെന്റ് പാർലമെന്റിൽ 33% വിമൻ റിസർവേഷൻ ഉള്ള ബില്ല് പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം 73rd and 74th അമെന്റ്മെന്റിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിമന് വേണ്ടിയിട്ടുള്ള ഒരു 50% റിസർവേഷന്റെ ക്രൈറ്റീരിയ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ വിമന്റെ റിസർവേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ. സോ അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. അതുപോലെ EWS റിസർവേഷൻ, സോ റീസെന്റ് ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്. എക്കണോമിക്കലി വീക്കർ സെഷൻ, അതായത് നമ്മുടെ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലെ ഇക്കോണമിക്കലി വീക്കർ സെഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുക. സോ നമുക്കറിയാം, ഇന്ത്യ പോലുള്ള ഡൈവേഴ്സ് കൺട്രിയിൽ കോട്ടാസ് വിത്തിൻ കോട്ട എന്നുള്ള ഒരു ഐഡിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യം ഈ ഡിസ്കഷന്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ, there is diversity within that group or within that community. There are a lot of subgroups. നമുക്കറിയാം സബ് കാസ്റ്റ്, സബ് ഗ്രൂപ്പ് എന്നുള്ളതൊക്കെ നമുക്ക് പലപ്പോഴും കേൾക്കുന്ന ടേംസ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് കോട്ടാസ് വിത്തിൻ കോട്ട എന്നുള്ള ഒരു ഐഡിയ വളരെയധികം പ്രൊമിനന്റ് ആവുന്നത്. സോ അതിന്റെയൊക്കെ ഭാഗമായിട്ട് വന്നാണ് EWS റിസർവേഷൻ. അതിനെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് യൂണിറ്റ്, ഈ ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ്, അതായത് നമ്മുടെ എൻറ്റയർ പേപ്പറിന്റെ 14th ലാസ്റ്റ് യൂണിറ്റ് ആണ് ഡെവലപ്മെന്റ് എന്നുള്ള യൂണിറ്റ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ ഈ ലെക്ചർ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ബേസിക് ഐഡിയാസിൽ നിന്ന്, അതിന്റെ ചാലഞ്ചസിൽ നിന്ന് അതിന്റെ സൊല്യൂഷൻസിലേക്ക് ഈ പേപ്പറിന്റെ ട്രജക്ടറി നമ്മൾ ഈ ഒരു പാത്ത് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ കൈൻഡ് ഓഫ് ഐഡിയ ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, സ്കോപ്പ് എന്താണ്, അങ്ങനെയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും ഈ ചാപ്റ്റർ തുടങ്ങുക. സോ അതിനകത്തും ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് ഇന്ത്യ പോലുള്ള ഒരു സൊസൈറ്റിയിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അതിൻ്റെതായ കുറെ പോളിസീസും ഫോർമുലേഷൻസും ഒക്കെ വേണം. സോ അതുകൊണ്ട് തന്നെയാണ് റിസർവേഷൻ പോലുള്ള അഫർമേറ്റീവ് ആക്ഷൻസ് അവിടെ ഇമ്പോർട്ടന്റ് ആവുന്നത്. അത്തരം അഫർമേറ്റീവ് ആക്ഷൻസിനെ പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നതാണ്. പിന്നെ വെൽഫെയറിസം എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കും. വെൽഫെയറിസം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. അതായത് വെൽഫെയർ ഓഫ് ഓൾ, എല്ലാ സിറ്റിസൺസിന്റെയും വെൽഫെയർ ആണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് പോളിസീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് വെൽഫെയർ സ്കീംസ് ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അതിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പല പ്രൊവിഷൻസും ഉണ്ട്. അതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ബ്രീഫ്ലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് മോഡൽ ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം മെനി അതർ കൺട്രീസ്. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്കഷൻ കൂടി ഉണ്ടാവും. പിന്നെ ഇന്ത്യയിലെ പലതരത്തിലുള്ള വെൽഫെയർ സ്കീംസ്
വെൽഫെയർ സ്കീംസിലൂടെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് പോസിബിൾ ആവുന്നത്. സോ നമുക്കറിയാം ഒത്തിരി വെൽഫെയർ സ്കീംസ് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നടന്നിട്ടുണ്ട്. പലപ്പോഴും അതിന്റെ ഡിസൈഡ് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം അത് അൾട്ടിമേറ്റ് എയിമിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഒരു അനാലിസിസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് അതിന്റെ ട്രൂ സെൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് കുറെ ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിനെ പറ്റിയിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ബ്രീഫ് ഐഡിയാസ്. സോ ഇത്രയും ബ്ലോക്സ് ആണ് നമ്മുടെ ഈ എൻറ്റയർ പേപ്പറിൽ നമുക്കുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 6 ബ്ലോക്കിലായിട്ട് 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓരോ ബ്ലോക്കിലും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ബേസിക് ഐഡിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ I'm looking forward to move through all the chapters or all the units. So ഇനി വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ ഓരോ യൂണിറ്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. I think that this will be a very interesting paper for you because നമ്മൾ കാണുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ദിവസമുള്ള കോൺവെർസേഷൻസിലൂടെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കുറെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളൊരു പൊളിറ്റിക്സ് എന്നുള്ള ഫ്രെയിംവർക്കിലേക്ക് പലപ്പോഴും എടുത്തിടാത്ത കുറെ ഐഡിയാസ് നമ്മുടെ ഡെയിലി ലൈഫിന്റെ പാർട്ട് ആൻഡ് പാർട്സൽ ആയിട്ടുള്ള കുറെ ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസിനെ നമ്മൾ അക്കാഡമിക്കലി ഇവിടെ പഠിക്കുവാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഇവിടെ നോക്കിക്കാണുകയാണ്. ദാറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഗോ ത്രൂ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ജേർണി വിത്ത് യു ഓൾ. സോ നമുക്ക് ഇനി വരുന്ന ലെക്ചേഴ്സിൽ ഈ പേപ്പറിലെ ഓരോ യൂണിറ്റ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. So, okay then, bye for today.